ഗുഡ് മോർണിംഗ്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം PMMC ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിങ്ങിനെ പറ്റിയും അതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയും അതിൻ്റെ ടോർക്ക് ഇക്വേഷനൊക്കെ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ പോർഷനകത്ത് ബാക്കിയുള്ള ചെറിയൊരു ഭാഗം മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് മാത്രം നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം PMMC ഇൻസ്ട്രുമെൻ്റ് അഡ്വാൻറ്റേജ് അതുപോലെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പം ആ ഒരു ചെറിയ ടോപ്പിക്ക് മാത്രം നമ്മൾ ഇന്ന് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ അടുത്ത ഇൻസ്ട്രുമെൻറ്റിലേക്ക് നമ്മുടെ അടുത്ത ലൈവ് ക്ലാസ്സിൽ പോകാം. അപ്പം നമ്മൾ ഇന്നലെ ടോർക്ക് ഇക്വേഷൻ പഠിച്ചപ്പം പറയാൻ നമുക്ക് അവസാനം കിട്ടിയ ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ ഇക്വേഷൻ എന്തായിരുന്നു? തീറ്റ ഈക്വൽ ടു NABA/K. അപ്പോൾ നമുക്കത് നീട്ടി തീറ്റ നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ കറണ്ടിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ. അത് കാരണം നമ്മുടെ കറണ്ട് എന്തുമാത്രം രീതി ഇൻക്രീസ് ചെയ്യുന്നു അതിനനുസരിച്ച് തന്നെയായിരിക്കും നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ആംഗിളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറണ്ട് ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ ആയത് കാരണം നമ്മുടെ മീറ്ററിലെ സ്കെയിൽ യൂണിഫോം ആയിരിക്കും. അത് നമുക്ക് 0 ഇത് 1 വരെ, ഇത് 1 2 വരെ, 2 3 വരെ നമ്മൾ ഏത് 2 പോയിന്റ് നോക്കിയാൽ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. നമ്മുടെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, നമ്മുടെ PMMC ഇൻസ്ട്രുമെൻ്റ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ്. ഇനി നമ്മൾ മറ്റ് മീറ്ററിലൊക്കെ നോക്കി ഇനി പഠിക്കുമ്പോൾ മൂവിങ് ആണ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിലൊക്കെ സ്കെയിലിൻ്റെ ഒരിക്കലും യൂണിഫോം അല്ല, അതെല്ലാം നോൺ യൂണിഫോം സ്കെയിലാണ്. പക്ഷെ അതിനെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് എളുപ്പം റീഡിങ് എടുക്കാൻ അതുപോലെ മാനുഫാക്ചറിങ് ടൈമിലൊക്കെ ഒരു വളരെ അഡ്വാൻറ്റേജ് ആണ് ഈ യൂണിഫോം സ്കെയിൽ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് നമ്മുടെ ഈ ഇൻസ്ട്രുമെൻറ്റ് കൺസ്യൂം ചെയ്യുന്ന പവർ കുറവാണ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ശരിക്കും മെഷർമെൻറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതിൻ്റെ ടോർക്ക് പ്രൊഡക്ഷനും ഒക്കെ കുറച്ച് പവർ ഇത് കൺസ്യൂം ചെയ്യാറുണ്ട്. ഇപ്പോൾ മൂവിങ് കോയിലിൽ കൂടെ ഇത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉണ്ടാക്കണം. അതിന് വേണ്ടി ചെറിയൊരു പവർ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എടുക്കുന്നുണ്ട്. മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ PMMC ഇൻസ്ട്രുമെൻ്റ് എടുക്കുന്ന പവർ കുറവാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റിനകത്തല്ല 2 ഇലക്ട്രോമാഗ്നറ്റുകൾ വേണ്ടി വരും. നമ്മുടെ മൂവിങ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡൈനാമോമീറ്റർ ടൈപ്പൊക്കെ ആണെങ്കിൽ 2 മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കിട്ടുന്ന പവർ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതേസമയം നമ്മുടെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിനകത്ത് ഓൾറെഡി ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉപയോഗിച്ചാണ് നമ്മുടെ മാഗ്നറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പെർമനൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ നമ്മൾ എക്സ്ട്രാ പവറൊന്നും പ്രൊവൈഡ് ചെയ്യേണ്ട. നമ്മുടെ മൂവിങ് കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ പവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് കാരണം മറ്റൊരു ഇൻസ്ട്രുമെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് പവർ കൺസപ്ഷൻ കുറവാണ്. അതുപോലെ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കിൻ്റെ വാല്യൂ ടു അത് മൂവിങ് കമ്പോണൻറ്റിൻ്റെ മൂവിങ് സിസ്റ്റത്തിൻ്റെ വെയിറ്റിന്. അപ്പം ആ ഒരു നോക്കുമ്പോൾ ഇപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമുക്ക് ഇവിടെ കിട്ടുന്ന നല്ല ഹൈ വാല്യൂ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ വളരെ കൂടുതലാണ് നമ്മുടെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിനകത്ത്. ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യുമ്പം അതിൻ്റെ വാല്യൂ കൂടുമ്പം നമുക്ക് മീറ്ററിനകത്ത് ഉണ്ടാകുന്ന എറർ കുറവായിരിക്കും. അപ്പം ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ കുറവാണ് എന്ത് സംഭവിക്കാം? നമ്മുടെ മീറ്ററിൻ്റെ കമ്പോണൻസിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പം മീറ്ററിൻ്റെ വെയിറ്റ് കമ്പോണൻസിൻ്റെ വെയിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ടോർക്കിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ നമുക്ക് ആക്ച്വലി കിട്ടുന്ന റീഡിങ് ചിലപ്പോൾ എറർ കാണും. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കാരണം ആ പോയിന്റിനൊക്കെ വെയിറ്റ് കൂടുതലായി, പോയിന്റിൻ്റെ മൂവിങ് സിസ്റ്റത്തിന് മൊത്തത്തിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ആംഗിൾ ചിലപ്പം ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന വരത്തില്ല. ഇവിടെ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ കൂടുതലായത് കാരണം ടോർക്കിൻ്റെ വാല്യൂ വെയിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായത് കാരണം നമ്മുടെ ഡിഫ്ലക്ഷനകത്തൊന്നും ഒരു എററിൻ്റെ സാധ്യത വളരെ കുറവാണ്. അതുപോലെ നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മീറ്റർ തന്നെ നമുക്ക് പല റേഞ്ച് ഉപയോഗിക്കാൻ കഴിയും. അപ്പം നിങ്ങൾ ലാബിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കാണിച്ച ചില മീറ്ററിനകത്ത് മൾട്ടി സ്കെയിൽ മീറ്ററുകളൊക്കെ ഉണ്ട്. ചില നമ്മുടെ റീഡിങ് എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു അമ്മീറ്ററൊക്കെ ആണെങ്കിൽ 0 to 5 ആംപിയർ, അതുപോലെ ആ മീറ്റർ തന്നെ 0 to 10 ആംപിയർ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. അപ്പം ഇനി ഓൾറെഡി ഈ ഒരു 0 to 5 ആംപിയർ മീറ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഷണ്ട്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലൈസ്, ഷണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്ററിന് അക്രോസ് റെസിസ്റ്റർ കണക്റ്റീവ് ആണ്. മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്റ്റീവ് ആണ്. ഇനി നമുക്ക് റെസിസ്റ്റൻസ് ഒക്കെ കണക്ട് ചെയ്ത് നമുക്ക് ആ മീറ്ററിൻ്റെ റേഞ്ച് നമുക്കതിന് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു 0 to 1 ആംപിയറിൻ്റെ ഒരു മീറ്റർ ഉണ്ടെങ്കിൽ നമുക്കതിന് പ്രോപ്പർ റെസിസ്റ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ആ മീറ്ററിന് ഒരു 0 to 5 ആംപിയർ മെഷർ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ 0 to 10 ആംപിയറോ 0 to 15 ആംപിയറോ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ മെഷർ ചെയ്യാൻ കഴിയുന്ന, കറണ്ടിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു മീറ്ററായിട്ട് മാറ്റാൻ കഴിയും. ആ മെത്തേഡ് എങ്ങനെ നമ്മൾ പിന്നീട് ഷണ്ട്സ് ആൻഡ് മൾട്ടിപ്ലൈസ് എന്നുള്ള ഒരു പോർഷൻ നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് നമുക്കിത് ഒരു യൂണിവേഴ്സൽ മീറ്റർ അല്ല. എന്നുവെച്ചാൽ നമുക്ക് എവിടെ വേണം നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല, DC സപ്ലൈ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ.
ഇനി നമ്മൾ പഠിക്കുന്ന മൂവിങ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് എ സിയും ഡി സിയിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മീറ്ററാണ്. പക്ഷേ നമ്മുടെ മൂവിങ് കോയിൽ ഡി സി മാത്രമേ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അത് ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ നമുക്ക് മറ്റ് മീറ്ററുകളെ കമ്പയർ ചെയ്യുമ്പോൾ PMMC ഇൻസ്ട്രുമെൻറ്റിൻ്റെ റേറ്റ് കൂടുതലാണ്, അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതലാണ്. അപ്പം ഇത്രയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പം ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് ഇന്നത്തെ നോട്ടിനകത്ത് നിങ്ങൾ ഇതിൻ്റെ കൂടെ എഴുതി ചേർത്താൽ മതി. നമുക്ക് പുതിയ പോർഷൻസൊക്കെ നമുക്ക് അടുത്ത ലൈവ് ക്ലാസ് നോക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്ന ലിങ്കിൽ നിങ്ങൾ PMMC ഇൻസ്ട്രുമെൻറ്റിൻ്റെ നിങ്ങൾ കഴിഞ്ഞ ദിവസം വരച്ച ആ പിക്ചർ ഒന്ന് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ 2 ഫിഗർ ഉണ്ടായിരുന്നു. നമ്മുടെ അതിൻ്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ടിൽ നിന്നുള്ള 2 വ്യൂ നമുക്ക് വരയ്ക്കാനുള്ളതാണ്. ആ 2 ഫിഗറും നമ്മുടെ ഇന്നത്തെ ലൈവ് ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്ത പ്രസൻറ്റേഷൻ്റെ 2ാമത്തെ സ്ലൈഡിലാണെന്ന് തോന്നുന്നു ഇട്ടേക്കുന്നത്. ആ പിക്ചർ നിങ്ങൾ ഓൾറെഡി നോട്ട്ബുക്ക് എഴുതി കാണും. ആ പിക്ചറിൻ്റെ ഒരു ഇമേജ് എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട അടുത്ത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.